ശാന്തി. ഞാൻ തീർത്തും ശാന്തമായിരിക്കുന്നു. മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ലോകത്തിൽ നിന്നും പതുക്കെ പതുക്കെ ഞാൻ വേറെയാകുന്നു. സ്വയം തന്നെ ആത്മരൂപത്തിൽ കാണുന്നു. ഞാൻ ആത്മാ ചൈതന്യമാണ്, ശാന്തമാണ്, പ്രകാശമയമാണ്. മനസ്സിൽ സർവസങ്കൽപ്പങ്ങളും പതുക്കെയാകുന്നു. ഈ ശാന്ത അവസ്ഥയിൽ എനിക്ക് ഒരു അവ്യക്ത ദിവ്യവാണി കേൾക്കുന്നു. കുട്ടി മന്മനാഭവ, തൻ്റെ മനസ്സ് എന്നോട് ചേർക്കൂ. ഞാൻ മനസ്സിൽ നിരാകാര ശിവപരമാത്മാവിനെ ഓർമ്മിക്കുന്നു. ബാബ പറയുന്നു, കുട്ടി നിരന്തരം മന്മനാഭവ അഭ്യാസത്തിലൂടെ അപാര സന്തോഷത്തിലിരിക്കൂ. ബാബയുടെ അവ്യക്ത മഹാവാക്യങ്ങൾ സ്മൃതിയിൽ വെച്ച് സങ്കൽപ്പങ്ങൾക്ക് ദിശ കൊടുത്ത് മനസ്സിനെ ലൗകിക കാര്യങ്ങളിൽ നിന്നും വേർപെടുത്തി ഒരു കേന്ദ്ര ബിന്ദു എൻ്റെ ബാബയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ശിവപരമാത്മാവിൻ്റെ ഓർമ്മ മുഴുവൻ ലോകത്തെയും മറപ്പിക്കുന്നു. ഞാൻ മന്മനാഭവയാകുന്നു. ബിന്ദുവായി ഇപ്പോൾ പരമധാമത്തിലെത്തുന്നു. ജ്യോതി ബിന്ദു ശിവപരമാത്മാവിനെ കാണുന്നു. പരം പവിത്ര പ്രകാശത്തെ കാണുന്നു. നിരാകാര പ്രകാശം, അനന്ത പ്രേമം നിറഞ്ഞതാകുന്നു. ഞാൻ ആത്മാ ബാബയുടെ സ്നേഹത്തിൽ മുങ്ങിയിരിക്കുന്നു. അപാര ശാന്തി, അപാര സന്തോഷം, മന്മനാഭവത്തിൻ്റെ ദിവ്യ അനുഭവം. കേവലം ഞാൻ ആത്മാവും പരമാത്മാവും മധുരമിലനം ചെയ്യുന്നു. മനസ്സിൽ അലൗകിക ശാന്തി, അന്തർമനസ്സിൽ അപാര സന്തോഷം. ബാബയുടെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ ഞാൻ ആത്മാവിനെ സ്പർശിക്കുന്നു. സർവഭാരങ്ങളും ലഘുവായിത്തീരുന്നു. സർവ ചിന്തകളും ഇല്ലാതാകുന്നു. മനസ്സ് ഒരു സ്വച്ഛമായ ദർപ്പണം പോലെ നിർമ്മലമാകുന്നു. ഞാൻ ആത്മാവ് ഒരു ദിവ്യ പ്രകാശത്തിൻ്റെ സ്രോതസ്സാകുന്നു. എന്നിൽ നിന്നും ശാന്തിയും പ്രേമവും ശക്തിയും സന്തോഷവും പ്രസരിക്കുന്നു. ബുദ്ധിയിൽ ഈ മുഴക്കമുണ്ടാകുന്നു, കുട്ടി, എൻ്റെ ദിവ്യ ഓർമ്മയിലൂടെ നിന്റെ ഓരോ ചുവടും സഫലമാകുന്നു. ഓരോ സങ്കല്പവും പവിത്രമാകുന്നു. ഈ ദിവ്യ അനുഭവത്തെ എൻ്റെ മനസ്സിൽ സമാഹരിച്ച്
ഞാൻ സാകാരി ലോകത്തിലേക്ക് പോകുന്നു. ഞാൻ പതുക്കെ പതുക്കെ പരമധാമത്തിൽ നിന്നും ഇറങ്ങുന്നു. മനസ്സ് സന്തോഷത്തിൽ നിറഞ്ഞിരിക്കുന്നു. ബാബയുടെ മധുര സ്മൃതി കൂടെ ഉണ്ടാകുന്നു. മന്മനാഭവ ആകുന്നതിലൂടെ മനസ്സിൽ അപാര സന്തോഷം നിറഞ്ഞിരിക്കുന്നു. ബാബ പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് സദ്ഗതിയുടെ മതം ലഭിച്ചിരിക്കുന്നു. ദേഹത്തിന്റെ സർവധർമ്മവും ത്യാഗം ചെയ്ത് ആത്മാഭിമാനിയാകുക. എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ കൽപ്പകൽപ്പത്തിൽ വന്ന് മനസ്സിലാക്കി തരുന്നു, മന്മനാഭവ. ദേഹത്തിന്റെ സർവധർമ്മവും ത്യജിച്ച് ആത്മാഭിമാനിയായി മാറുക. എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇപ്പോൾ ഞാൻ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. ഞാനിപ്പോൾ ബ്രാഹ്മണ കുലഭൂഷണനാണ്. ബാബ കൽപ്പം മുമ്പും വന്ന് സദ്ഗതി തന്നിരുന്നു, ദേവതയാക്കിയിരുന്നു. പിന്നീട് 84 ജന്മങ്ങളെടുത്ത് ഞാൻ താഴേക്കിറങ്ങി വന്നു. ഞാൻ തന്നെ പൂജ്യരായിരുന്നു, പിന്നീട് പൂജാരിയായി. അല്ലാഹു പൂന്തോട്ടം സ്ഥാപിച്ചു. ദേവി ദേവതയായിരുന്നവർ മുള്ളായി, പൂന്തോട്ടം കാടായി മാറി. ബാബ സ്വന്തം പരിചയം നൽകുന്നു. പരമധാമത്തിൽ വസിക്കുന്ന പരമാത്മാവാണ് ബാബ. സൃഷ്ടിയുടെ ബീജരൂപമാണ്. സർവരുടെയും പിതാവാണ്. അവരെയാണ് സുപ്രീം സോൾ നോളജ്ഫുൾ എന്ന് പറയുന്നത്. ബാബ ജ്ഞാനസാഗർ സുഖസാഗരനാണ്. ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരനായി പതിതരെ പാവനമാക്കുന്നതിനുള്ള സേവ ചെയ്യുന്നു. ജ്ഞാനം ബുദ്ധിയിൽ വെച്ച് സദാ ഹർഷിതമാകുന്നു. ബാബയുടെ ശ്രീമതം ഓരോ നിമിഷവും പാലന ചെയ്യുന്നു. ദേഹത്തിന്റെ സർവധർമ്മവും ത്യജിച്ച് ദേഹി അഭിമാനിയാകാനുള്ള പരിശ്രമം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. വിസ്താരത്തെ സാരത്തിൽ സമാവേശമാക്കി തന്റെ ശ്രേഷ്ഠസ്ഥിതി ഉണ്ടാക്കുന്ന ബാപ്പ സമാനം ലൈറ്റ് മൈറ്റ് ഹൗസ് ആകുന്നു. ഏത് കാര്യം കണ്ടാലോ കേട്ടാലോ അതിന്റെ സാരത്തെ മനസ്സിലാക്കി ഒരു സെക്കൻഡിൽ സമാവേശമാക്കുന്നു. പരിവർത്തനം ചെയ്യാനുള്ള അഭ്യാസം ചെയ്യുന്നു. ഏത് കാര്യത്തിന്റെ വിസ്താരത്തിൽ പോകുമ്പോൾ സമയവും ശക്തിയും വ്യർത്ഥമാകുന്നു. വിസ്താരത്തെ സമാഹരിച്ച് സാരത്തിൽ സ്ഥിതമാകുന്നു. അന്യാത്മാക്കൾക്ക് ഒരു സെക്കൻഡിൽ മുഴുവൻ ജ്ഞാനത്തിന്റെയും സാരം അനുഭവം ചെയ്യിക്കുന്നു. വൃത്തിയെ പവർഫുള്ളാക്കൂ, എങ്കിൽ സേവയിൽ സ്വതः വൃദ്ധിയുണ്ടാകുന്നു. ബാബ സൂചന തന്നിരിക്കുന്നു. നിശ്ചയമാകുന്ന ഫൗണ്ടേഷൻ ഉറപ്പാക്കുമെങ്കിൽ സഹജയോഗി നിർമ്മല സ്വഭാവ ശുഭഭാവനയുടെ വൃത്തിയും
ആത്മിക ദൃഷ്ടിയുമുള്ളവരാക്കുന്നു. നടപ്പിലും മുഖത്തിലും സരളതയുടെ തിളക്കം അനുഭവപ്പെടുന്നു. പരസ്പരം ഫെയ്ത്ത്ഫുൾ ആകുന്നു. അപ്പോൾ കാര്യങ്ങളുടെ ഭാവം മാറിപ്പോകുന്നു. ഓം ശാന്തി.